ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ചവിട്ടിത്താഴ്ത്തിയവന്റെ തിരിച്ചുവരവാണ് ഓണമെങ്കിൽ ഫുട്ബോളിലുമുണ്ട് മഹാബലിയും വാമനനുമെല്ലാം. പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ, ലുസൈൽ സ്റ്റേഡിയത്തിൽ സൗദിയോട് പരാജയപ്പെട്ട് അർജന്റീന മടങ്ങുമ്പോൾ ലോകം ചോദിച്ചു, വേർ ഈസ് മെസ്സി? ലോകമെന്ന് ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചതാണ് നമ്മുടെ സ്വന്തം മെസ്സിയെ. പക്ഷെ പിന്നീട് അതേ ലുസൈൽ സ്റ്റേഡിയത്തിൽ കോടിക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തി അങ്ങനെ ലയണൽ മെസ്സിയെ വരവറിയിച്ചു. എന്നിട്ട് ലോകം തന്നെ വിളിച്ചു പറഞ്ഞു, ഹിയർ ഈസ് മെസ്സി. വേർ ഈസ് മെസ്സി എന്ന് ചോദിച്ച മനുഷ്യരോട് ഹിയർ ഈസ് മെസ്സി എന്ന് മറുപടി പറഞ്ഞ മെസ്സിയാണ് ഇക്കൊല്ലം ഓണത്തിന് നമ്മളുടെ സ്വന്തം മഹാബലി. ഇക്കൊല്ലം നമ്മൾ കാത്തിരിക്കുന്നതും മെസ്സിയുടെ വരവിന് വേണ്ടിയാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, അങ്ങ് പുള്ളാവൂർ പുഴയുടെ തീരത്ത് 3 കട്ടൗട്ടുകൾ വന്നപ്പോൾ ഫിഫ അവരുടെ വെബ്സൈറ്റിൽ പങ്കുവെച്ച മനോഹരമായ ക്യാപ്ഷനുണ്ട്. ആരാണ്? മെസ്സി, റൊണാൾഡോ, നെയ്മർ. ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. നിങ്ങളുടെ ഹീറോ ആരാണ്? നമ്മളുടെ ഹീറോ നമ്മളുടെ സ്വന്തം മെസ്സി കേരളത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇക്കുറി ഓണം നമുക്ക് മാസാണ്. വെൽക്കം ടു കേരള റിപ്പോർട്ടർ സഗ. മെസ്സി ഓണം, മാസോണം. വെൽക്കം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയമേ. നമുക്ക് വേണ്ടത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മെസ്സി. We have to build a football culture first. മെസ്സി, റൊണാൾഡോ, നെയ്മർ. നിങ്ങളുടെ ഹീറോ ഇതിൽ ആരാണ്? സ്റ്റേഡിയത്തിലെ മൊമെന്റ് ഇത് കാണുമ്പോണ്ടല്ലോ. ഞാനൊരു അൽബി സെലസ്റ്റനാണ്. Goal scorer Lionel Messi is coming to Kerala. നെയ്മറോട് ചോദിച്ചാ മെസ്സിയാണ് ബെറ്റർ. അതാണ് സ്റ്റേറ്റ്മെന്റ്. മാത്രമല്ലല്ലോ ഫുട്ബോൾ. പുളിച്ചേരിയും സാമ്പാറും രസവും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഒരു മൊമെന്റ് കയ്യിൽ ടാറ്റു ആവാൻ? ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആ ലെഫ്റ്റ് ഫോട്ടിലൊന്നും തുടങ്ങും. അതെ, എന്റെ മക്കൾക്ക് വേണ്ടിട്ട് തന്നെയാണ് കാണാൻ തുടങ്ങിയത്. ഷേക്സ്പിയർക്ക് തെറ്റുപറ്റി. അത് കിങ് ലെയർ അല്ല, കിങ് ലിയോ. ജീവിതത്തിൽ ഒരു ലുസൈൽ രാത്രി ഉണ്ടാവും മെസ്സി കാണിച്ചു തന്നു. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോട് മെസ്സിയെ കൊണ്ടുവരും. ഘടികാരങ്ങൾക്ക് നിലയ്ക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ടാവും. പക്ഷേ അങ്ങനെ നിലപ്പിച്ചൊരു മനുഷ്യൻ നമുക്കൊപ്പമുണ്ട്. കേരളത്തിൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് ലോക ഫുട്ബോളിനെ അടയാളപ്പെടുത്തിയ ശബ്ദമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ഷൈജു ദാമോദരൻ. വെൽക്കം ഷൈജു. ഒപ്പം കേരള ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായ സന്തോഷ് ട്രോഫി മത്സരത്തിൽ കേരളത്തിൻ്റെ ടീം അംഗമായിരുന്ന നമ്മുടെ സ്വന്തം ബിനേഷ് കിരൺ. ഒപ്പം അർജന്റീനയുടെ ഫാൻസും ബ്രസീൽ ഫാൻസും നമ്മളുടെ സ്പോർട്സ് റിപ്പോർട്ടർമാരും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു മെസ്സി ഓണം, മാസ് ഓണം. ഇവർക്കെല്ലാം അറിയേണ്ടത് മെസ്സി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ ചോദ്യം, നമ്മുടെ ഫിഫ ചോദിച്ചതുപോലെയുള്ള ചോദ്യം, മെസ്സി, റൊണാൾഡോ, നെയ്മർ, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. നിങ്ങളുടെ ഹീറോ ഇതിൽ ആരാണ് എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അർജന്റീന ലോക ചാമ്പ്യന്മാരാകുന്നു 86-ന് ശേഷം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ലോകം മുഴുവൻ എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓണത്തിന് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് അത് തന്നെയാണ്. മെസ്സി വരുന്നു, അർജന്റീന വരുന്നു. ചരിത്രം ഓരോരുത്തർക്ക് വേണ്ടി കാത്തു നിൽക്കും. അതെ, മലയാളത്തിലല്ല കേരളത്തിലുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞാൻ ഇതിനു മുകളിൽ എന്ത് പറഞ്ഞു വെച്ചാലും അവർ കാത്തിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാ. ഇനി ഇതല്ല, അർജന്റീന അടുത്ത വേൾഡ് കപ്പ് ജയിച്ചാലും അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. സിംഹരാജാവ് എഴുന്നള്ളുന്നു. The lion has arrived. ലയണൽ മെസ്സി സിംഗിൾ ആ ഫീലിംഗ് പറയുമ്പോൾ ഷൈജോട്ടൻ എൻ്റെ ഗുരുവാണ് കമൻട്രിയിൽ. വി ഡിഡ് എ കമൻട്രി ടുഗദർ. വളരെ ഫേമസ് ആയിരുന്നു. ടെലിഗ്രാഫിൽ നമ്മുടെ രണ്ടുപേരെയും പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ നമ്മുടെ പടം വന്നിരുന്നു. സോ ഐ ഹാവ് ടു കമന്റ് ഫോർ ദിസ്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. ആ കമന്ററിയുടെ ബാക്കിയാം. നിങ്ങളിത് വിശ്വസിക്കുക, നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? കാരണം ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ്, ദ പ്രൊഫൈലിംഗ് ഗോൾ സ്കോറർ ലയണൽ മെസ്സി ഈസ് കമ്മിങ് ടു കേരള. എനിക്ക് വയ്യ, പൊളി. ഇനിയിപ്പോൾ മെസ്സി അങ്ങോട്ട് വരാൻ പോകുന്ന സമയത്ത് മൊത്തത്തിലൊരു ഇലക്ട്രിഫൈങ് സ്പിരിറ്റാണ്. കേരളത്തിലെ ക്ലബ്ബുകളാണെങ്കിലും ശരി, ഫുട്ബോൾ ആരാധകരാണെങ്കിലും ശരി, അവരൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് കാത്തിരിക്കുകയാണ് മെസ്സിയുടെ വരവിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ആദ്യ ചോദ്യം ഇതാണ്, പ്രേക്ഷകർ കാത്തിരിക്കുന്നതും. മെസ്സി, റൊണാൾഡോ, നെയ്മർ, എംബാപ്പെ, ഇവരിൽ ആരാണ് അങ്ങയുടെ ഹീറോ? ആസ് എ ഫുട്ബോൾ പ്ലെയർ ആൻഡ് ആസ് എ കോച്ച് എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടതാണ്. ബട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്ക് മോസ്റ്റ് പ്രൊഫൈലിക് ഗോൾ സ്കോറർ ആൻഡ് എ ക്രിയേറ്റീവ് പ്ലെയർ, അത് രണ്ടും കൂടി വരുന്ന പ്ലെയർ ഹി ഈസ് ബ്രില്യൻറ്റ്. അതാരായിരിക്കും?
മെസ്സി ഓഫ് കോഴ്സ് 100%. അത് പറയാനല്ലോ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് മെസ്സിയും റൊണാൾഡോയും തമ്മിലുള്ള താരതമ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു താരതമ്യത്തിൻ്റെ ആവശ്യമില്ലെന്നാണ്. നെയ്മർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇടത്തേക്കാൾ മെസ്സിയുടെയും വലത്തേക്കാൾ റൊണാൾഡോയും കിട്ടുന്നയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ, തനിക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ടെന്നും നെയ്മർ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കളിയുടെ ഒരു ആവേശം കേരളത്തിലേക്ക് മെസ്സി എത്തുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് ഇപ്പം മഹാബലിയും ഓണവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഓഫ് കോഴ്സ് വാമനൻ ചവിട്ടി താഴ്ത്തിയതും തിരിച്ചുവരവൊക്കെ, അതിനേക്കാൾ ഉപരി ഞാൻ മലയാളികളോട് പങ്കുവെക്കാൻ ഇനി ഓണക്കാലത്ത് ഇതുമായി മെസ്സിയുടെ കേരള സന്ദർശനവുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ സന്ദേശം, ഇത് മഹാബലിയുടെ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, വാക്കിന്റെ വാഗ്ദാനത്തിന്റെയും കൂടെ ഓർമ്മപ്പെടുത്തലാണ് ഓണം. 3 അടി സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു, ദാറ്റ് വാസ് മൈ വേർഡ്. റിപ്പോർട്ടർ ചാനലിന്റെ വാക്കായിരുന്നു കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോട്, മെസ്സിയെ കൊണ്ടുവരും. ഇതൊരു വാക്ക് പാലിക്കലിന്റെ കൂടി വാഗ്ദാനം പാലിക്കൽ എന്ന ഓണത്തെ കൂടി, ഓണത്തിന്റെ സന്ദേശം ഒരുപക്ഷെ മെസ്സിയിൽ കൂടി ഉറപ്പുവരുത്തുകയാണ്. അതുകൂടിയുണ്ട്, അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും പറഞ്ഞു നടന്നു മെസ്സി വരില്ല, മെസ്സിയെ കണ്ടിട്ടില്ല, അർജന്റീന പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വാക്ക് പറഞ്ഞത് വാക്കായിരിക്കുമെന്നും മെസ്സിയും അർജന്റീനയും ഫുട്ബോൾ ആരാധകരും, അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് കളിയിൽ കള്ളമില്ല എന്നാണ്. ധീരമായ തീരുമാനം അങ്ങനെ പറയണം. കാരണം ഇത് മുതൽ മുടക്ക് 250 കോടിയുടെ അടുത്ത് വരും. നമ്മൾ മെസ്സിക്ക് കൊടുത്ത 130 കോടിയല്ല അർജന്റീനന്റെ, ബാക്കി എതിർ ടീം വരണം, മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കണം. 250 കോടി ഫുട്ബോളിന് വേണ്ടി മുടക്കാൻ തയ്യാറായിരിക്കുന്നു. ഇറ്റ്സ് എ പോസിറ്റീവ് ന്യൂസ്. ആ പോസിറ്റീവ് ന്യൂസ് ഇവിടെ ഒരു ഫുട്ബോൾ കൾച്ചർ ഉണ്ടാവണം. വി ഹാവ് ടു ബിൽഡ് എ ഫുട്ബോൾ കൾച്ചർ ഫസ്റ്റ്, എന്നാലേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഒരു ഗവേഷകർ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ മെസ്സി വരുന്നത് കൊണ്ട് പലരും പറയാറുണ്ട് നമുക്ക് കുറച്ച് മൈതാനങ്ങൾ ഉണ്ടാക്കിയാൽ പോരെ, കുറച്ച് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടാൽ പോരെ, ഈ മെസ്സി വരുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഈ മെസ്സി വരുന്ന ഈ ഒരു സാഹചര്യം കൊണ്ട് മാത്രം നമ്മളുടെ യങ് ജനറേഷന് വലിയൊരു കുതിപ്പുണ്ടാവും ഫുട്ബോളിനെ പ്രതി. അതായത് 83 നമ്മൾ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു കുതിപ്പ്, അതിനുശേഷമാണ് ക്രിക്കറ്റിൽ ഇത്രയധികം വിസ്മയം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായത്. അതേപോലെ വലിയൊരു വിസ്മയം ഞാനിന്ന് സ്വപ്നം കാണുന്നത് 2047 മുമ്പായി ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്നൊരു മെസ്സി, അതാണ് ആവശ്യം. നമ്മൾ മെസ്സിയെ സ്വീകരിക്കണം, ഡെഫിനറ്റ്ലി സ്വീകരിക്കണം. പക്ഷെ നമുക്ക് വേണ്ടത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നൊരു മെസ്സി, അതാണ് നമുക്ക് ആവശ്യം. മെസ്സിയെ അന്ന് സൗദിയോട് തോറ്റ് എഴുതി തള്ളിയ സമയത്ത് എന്താ മനസ്സിൽ തോന്നിയത്? മെസ്സിയെ കട്ട ഫാനായ താങ്കൾക്ക്? ഞങ്ങളൊക്കെ ആലോചിക്കുന്നതിന്റെ മുന്നേ തന്നെ മെസ്സി റിപ്പോർട്ടറിൽ എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ വിശ്വസിക്കുക, എന്റെ ടീമിനെ വിശ്വസിക്കുക. ആ വിശ്വാസം മതി ഞങ്ങൾക്ക്. ആ ഒരൊറ്റ വാക്കിന്റെ ഇടങ്കാലിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു അപാരമായ വിശ്വാസം. മെസ്സിയുടെ ഇടങ്കാലും മെസ്സിയുടെ വാക്കുകളിടത്തോളം കാലം ജീവിതത്തിൽ എവിടെയും നമ്മൾ തോക്കൂല. അതാണ് സ്റ്റേറ്റ്മെന്റ്. കളിക്കുമല്ലോ അല്ലേ? മെസ്സി, നെയ്മർ, റൊണാൾഡോ. നെയ്മറാണ് ഇഷ്ടം കൂടുതൽ. എന്തുകൊണ്ട്? സ്കിൽസ്. എന്ത് സ്കില്ല്? ആൾക്കാരൊക്കെ പറഞ്ഞു നടക്കുന്നത് ചുമ്മാ കാല് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീഴുമെന്നാ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. നെയ്മറിന്റെ ഹീറോ പെലെയാണെന്നാ പറയുന്നത്. താങ്കളുടെ ഹീറോ ആരാണ്? നെയ്മർ തന്നെയാണ്. നെയ്മറാണോ മെസ്സിയാണോ? എന്തുകൊണ്ട് മെസ്സിയേക്കാൾ നെയ്മർ മിടുക്കൻ? നെയ്മറിന്റെ ഡ്രിബിളൊക്കെ ഭയങ്കര ഇഷ്ടം അല്ലേ? നെയ്മർ കളിക്കളത്തിലുണ്ടെങ്കിൽ ടീം പിടിക്കും. മായ ചേച്ചി എന്താ അഭിപ്രായം? ആരാ? നെയ്മർ തന്നെയാണോ ഫാൻ? തന്നെയാണ്, നെയ്മറിന്റെ ഒരു കട്ട ആരാധിക തന്നെയാണ്. അങ്ങനെ മെസ്സിയെ കാണാൻ വരുമോ? ബ്ലാസ്റ്റേഴ്സിന് മിക്കവാറും എല്ലാ കളിയും കണ്ടിട്ടുണ്ടോ ചേച്ചി? കൊച്ചിയിൽ നടക്കുന്ന എല്ലാ കളിയും ഓൾമോസ്റ്റ് ഒരു 99% കണ്ടിട്ടുണ്ട് അല്ലേ? ബ്രസീലിനെ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം ചേച്ചി? ബ്രസീൽ കാരണം എൻ്റെ അച്ഛനൊരു ബ്രസീൽ ആരാധകനായിരുന്നു. അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളി കണ്ട് എന്ന് വെച്ചാൽ മെസ്സിയെയോ റൊണാൾഡോയോ ഇഷ്ടമല്ല എന്നുള്ളതല്ല, മെസ്സിയെ കാണാൻ അവസരം കിട്ടിയാൽ നമ്മൾ പോവുകയും ചെയ്യും. അതേപോലെ ഈ മെസ്സി ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയത്തൊക്കെ സങ്കടം വരാറുണ്ടോ? ഉണ്ട്. ഒരു കീ പോയിന്റ് ഞാൻ അവിടെ പറയട്ടെ. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിഫ റാങ്കിങ് 124 ഈ സഹോദരി 99% ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 124 സ്ഥാനത്തിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ കേരളത്തിൽ നടക്കുന്ന ഒരു കളി 50,000 ആവറേജ് വെച്ചിട്ട് 10 വർഷത്തോളം ആൾക്കാർ സ്റ്റേഡിയത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ക്വാളിറ്റി അല്ല, പ്രൊമോഷൻ. എവറി സ്പോർട്ട് നീഡ് പ്രൊമോഷൻ ഓൺ എവറി ഇന്റർവെൽ. അതെ, മെസ്സി വരുമ്പോൾ അത് 1.5 വരവായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കിപ്പം പൂജയുണ്ട്, പൂജയുടെ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് പോകാം അല്ലേ? പൂജാ പ്രേമിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പൂജാ പ്രേം മലയാളത്തിൽ മാത്രമല്ല 100-ലധികം ഭാഷ പാടിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ 100-ലധികം ഭാഷയ്ക്ക് എവിടെ നിന്ന് കിട്ടി? നമുക്ക് ആകെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഒരു 3-4 ഒക്കെ പിടിച്ച ഷൈജു ദാമോദരാണെങ്കിൽ 7 കണ്ടേ അറിയത്തുള്ളൂ മൊത്തത്തിൽ അല്ലേ? പിന്നെ സ്വന്തമായിട്ടൊരു ഭാഷയും കൂടി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയമേ. അതിനപ്പുറത്ത് മറ്റേ സാധനം അതുകൊണ്ട് നമ്മുടെ ജഗതി പറയുന്ന പോലെ അപ്പോൾ 100 ഭാഷയിൽ പാടി റെക്കോർഡിലുണ്ട്. അതെ അതെ, 3 റെക്കോർഡ്സ് ഉണ്ട്. ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, URF വേൾഡ് റെക്കോർഡ്, അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്. ഈ 100 ഭാഷകൾ ഏതൊക്കെ? ഒരു 4-5 ഒന്ന് പരിചയപ്പെടുത്തിയേ, നമുക്കറിയാത്ത 4-5 വാരി വിതറിയേ. ഏതൊക്കെ ഭാഷകളാ? പോളിഷ്, അറബിക്, ഫ്രഞ്ച്, ലാറ്റിൻ, ഉസ്ബെക്ക്. അങ്ങനെ ഉസ്ബെക്ക് പാട്ടൊക്കെ അറിയോ? എപ്പോഴും അറിയാം. ഒരു വരി പാടിയാ ഉസ്ബെക്ക് പാട്ട്?
Yalla habibi, yalla habibi, നെഞ്ചും പോകും കൊസ്ലാരിൻ സബൂലി. ഞങ്ങളെ സംബന്ധിച്ച് ഇത് അറബിയാ അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫുട്ബോൾ റിലേറ്റഡ് ആയ ഒരു സോങ് ആവശ്യമാണ്. അതാണ് തീർച്ചയായിട്ടും വേണം. ഷക്കീറയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. ഇല്ലല്ലോ. But look how much she is inspired. How much she is inspired. See my point. ഓണം എന്ന് പറയുന്നത് ഒരാളുടെയോ രണ്ടാളുടെയോ അല്ല, എല്ലാവരുടെയും ഐക്യത്തിന്റെ ഉത്സവമാണ് ഓണം. നമ്മളെ ഇഷ്ടപ്പെടാത്തവരെയും നമ്മൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോകണം. അതുകൊണ്ട് ഇൻസ്പിറേഷന്റെ സ്റ്റോറിക്ക് വേണ്ടി പറയാണ്, യൂസേബിയുടെ കളി ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തയാളാണ് പിന്നീട് ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ, ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല കളിക്കാരനായി മാറിയത്. യൂസേബിയോ ഞാൻ ഈ പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്ലെയർ ആയിരുന്നു, കോൾഡ് ബ്ലാക്ക് പാന്തർ, കരിമ്പുലി. അദ്ദേഹത്തിൻ്റെ കളി ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം അതേ രാജ്യത്തേക്ക് പോകുമ്പോൾ ഹി ക്യാൻ റീഡ് ദ എയർപോർട്ട് നെയിം ക്രിസ്ത്യാനോ റൊണാൾഡോ എയർപോർട്ട് വിത്ത് ഹിസ് ഐസ്. സോ ഇതാണ് ഇൻസ്പിറേഷൻ. ഈ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി കളി കാണണമെന്നില്ല. മാർട്ടിൻ ടൈലറെയും പീറ്റർ ഡ്രൂറിയെയും റേ ഹഡ്സനെയും ഷൈജു ദാമോറിനെ ഇതേവരെ നേരിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഐ സ്റ്റിൽ അഡ്മയർ ദം. ഞാൻ ഒരു ദിവസം അവരെ പോലെ കമന്ററി പറയണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അവരുടെ കമന്ററി ഈ പറയുന്ന പോലെ പലപ്പോഴും അവർ പറയുന്നത് കേട്ട് ഇവർ പറയുന്നത് എങ്ങനെയാ, ദ ഷേക്സ്പിയർസ് ഗോട്ട് ഇറ്റ് റോങ്, ഇറ്റ് ഈസ് കിങ് ലിയോ നോട്ട് കിങ് ലയ എന്ന് പറയുമ്പോൾ ഷേക്സ്പിയറിൻ സാധനമാണ്. നമ്മുടെ ലാലിഗയിൽ ബാർസലോണയ്ക്ക് വേണ്ടി മെസ്സി ഗോൾ അടിച്ച സമയത്ത് ഷേക്സ്പിയർക്ക് തെറ്റുപറ്റി. അത് കിങ് ലയർ അല്ല, കിങ് ലിയോ എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നതും അവർ ആരാധിക്കുന്നതും അവരെ കണ്ടിട്ടല്ല. അതേപോലെ പപ്സോ, ഞാനീ പറഞ്ഞത് ഒരാളെ നേരിട്ട് കാണണമെന്നില്ല, അയാൾ നമ്മുടെ കൂടെയുണ്ട്. ഈ പറയുന്ന ഘടികാരങ്ങൾ നിലക്കുന്നതും റൊണാൾഡോക്ക് വേണ്ടി ജീനിയസ് കമന്ററി പറഞ്ഞതൊക്കെ ഈ ബിനീഷിനെ പോലെ ഞാൻ എന്നും നേരിട്ട് കാണുന്നയാളാണ് റൊണാൾഡോ, ഞാൻ എന്നും നേരിട്ട് കാണുന്നയാളാണ് മെസ്സി എന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് അവരെൻ്റെ ഒപ്പമുണ്ട്. ഈ മഹാന്മാരിൽ റൊണാൾഡോയും മെസ്സിയും നെയ്മറും ജീവിച്ച കാലഘട്ടത്തിൽ അവരോടൊപ്പം ജീവിക്കാൻ സാധിക്കുന്നതല്ലേ ബ്രോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ? അതിന്റെ വലിയൊരു ഇൻസ്പിറേഷൻ. ആരാണ് ഇൻസ്പിറേഷൻ? മെസ്സി. എന്തുകൊണ്ട് ഇൻസ്പിറേഷൻ? ഡ്രിബ്ലിംഗ്. മാസ് ഡയലോഗ് അടിച്ചതിന് ശേഷം ഇൻട്രോയ്ക്ക് പിരിയുന്ന സിനിമയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ വരുന്ന ഒരേ ഒരു നിമിഷമേ ഈ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അത് അർജന്റീനയും ബ്രസീലും തമ്മിൽ കളിക്കുമ്പോൾ, അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ കളിക്കുന്ന സമയത്ത് ഇടവേളയുടെ തൊട്ട് മുമ്പ് വരുന്ന ആ വിസിലുണ്ടല്ലോ, ഒന്നൊന്നര വിസിലാണ്. ജേഷ് പൂക്കോട്ടൂർ എന്ന റിപ്പോർട്ടർക്ക്, എനിക്കൊരു ഫുട്ബോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നന്നായി റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ പറഞ്ഞ ഒരാളാണ്. താങ്കളുടെ ഹൃദയത്തിൽ പതിഞ്ഞത് മെസ്സിയുടെ ഏത് നിമിഷമാണ്? മെസ്സി 2016 കോപ്പ തോറ്റ് കരയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ്, അതായത് ഇപ്പോൾ ലോകകപ്പ് ഉയർത്തിയത്, ലോകകപ്പ് ഉയർത്തിയത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഖത്തർ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ തകർന്നു നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞു. മെസ്സി ലോകത്തിന് കൊടുക്കുന്ന, യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്ന, പ്രായത്തിന് മൂത്തവർക്കായാലും കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠം അതാണ്. അതായത് ഒന്നും അവസാനിക്കുന്നില്ല. 2016 മെസ്സി പരാജയപ്പെട്ടു, എഴുതി തള്ളാൻ പറ്റില്ല. ഇല്ല, എല്ലാവരും മെസ്സിയെ കുറ്റം പറയുന്നു. ഏത് പാതാളത്തിൽ നിന്നും തിരിച്ചു വരാം, ഓണം അവിടെ ഉണ്ട്. ലോകം മുഴുവൻ മെസ്സിയെ കുറ്റപ്പെടുത്തുകയാണ്. മെസ്സി ആ ഗ്രൗണ്ടിൽ നിന്ന് കരയാണ്. മെസ്സി കരയുന്ന നമ്മൾ മുന്നേ കാണുന്നില്ല. മെസ്സി അവിടെ നിന്ന് കരയുന്നു, എല്ലാവരും കുറ്റം പറയുന്നു. വിഷമം കാരണം മെസ്സി റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നു. പിന്നീട് ആ രാജ്യം മൊത്തം മെസ്സിയെ തിരിച്ചു വിളിക്കുന്നു. മെസ്സി തിരിച്ചു വരുന്നു. പിന്നീട് അദ്ദേഹം നേടിയ നേട്ടങ്ങൾക്ക് ഒരു കണക്കില്ലല്ലോ. 2 കോപ്പ പിന്നീട് ജയിച്ചു, ഫൈനലിസിമ ജയിച്ചു, 8 ബാലൻഡിയോർ ജയിച്ചു. ലോകകപ്പായിരുന്നു മെസ്സിയെ, അതായത് ഒരു ലോകകപ്പല്ല ഒരു താരത്തെ അളക്കേണ്ടതെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം അനൂപിൻ്റെ ജീവിതത്തിൽ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചത് മെസ്സി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അതോടൊപ്പം കാണണമെന്ന് ആഗ്രഹിച്ചതാരാ? റൊണാൾഡോ ആണോ നെയ്മറാണോ? റൊണാൾഡോയെ കാണുന്നുണ്ട്, നെയ്മറിനെയും കാണുന്നുണ്ട്. ഈ 2 അവസരങ്ങൾ നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. നെയ്മറുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ പോലും ആഗ്രഹിച്ചിരുന്നു. കാരണം 2018 ലോകകപ്പ് സമയത്ത് പുള്ളിക്ക് ചവിട്ടേറ്റ് വീണപ്പോൾ കേരളത്തിലേക്ക് ആയുർവേദ ചികിത്സയ്ക്ക് വരുന്നുണ്ട് നെയ്മർ എന്ന് പറഞ്ഞു. അത് കേരളത്തിൻ്റെ ആയുർവേദത്തെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു, ബ്രാൻഡാക്കി മാറ്റുന്ന ഒരു ഘടകം കൂടിയായി മാറി. റൊണാൾഡോയുടെ കാര്യമാണെങ്കിൽ റൊണാൾഡോയെ കാണണമെങ്കിൽ സൗദി അറേബ്യ വരെ പോകുന്ന കേസേ ഉള്ളൂ, അദ്ദേഹത്തെ കാണുകയും ചെയ്യാം. മെസ്സി ലോകാത്ഭുതം തന്നെയാണ്. പക്ഷേ ഇത് ലോക ചാമ്പ്യനെയാണ് കൊണ്ടുവരുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അർജന്റീൻ ടീമും ലോക ക്ലബ്ബുകൾ കളിക്കുന്ന പ്രശസ്ത താരങ്ങളെയാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അതിനാണ് കയ്യടി. ഇപ്പൊ ഓണം നമ്മൾ പറഞ്ഞു ഇത്ര കാശ് മുടക്കുന്ന കാര്യം, നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ 17 കറിയും പായസവും കൂട്ടി സദ്യ കഴിക്കാറില്ല. ഓണത്തിന് മാത്രമാണ് സദ്യ. സോ മെസ്സി ഓണം, മാസം ഓണം, മെസ്സി വരുന്നതാണ് നമുക്ക്, അതാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എമിലിയോ മാർട്ടിനസും ലിസാൻഡ്രോ മാർട്ടിനസും എസക്കിയേൽ പലാസിയോയും ഓട്ടാമെൻഡിയും ടാഗ്ലിയാഫിക്കോയും മൊളീനയും ഡീപോളും ഈ പറയുന്ന പോലെ എല്ലാവരും ചേർന്ന് എങ്കിൽ ഡി മരിയ റിട്ടയർ ചെയ്താലും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൗതാരോ മാർട്ടിനസ് ഉൾപ്പെടെ. അതായത് അരുൺ എന്നെ പറയാൻ അനുവദിക്കും. ഓളനും കാലനും അവിയലും അച്ചാറും പുളിയിഞ്ചിയും പപ്പടവും പായസവും പഴവും പുളിശ്ശേരിയും സാമ്പാറും രസവും എന്നാ വേണ്ടേ?
ഇനി അതിനുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടെ മട്ടനും കൂടിയായി. ആ നോക്കൂ, ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഒരു മൊമെന്റ് കയ്യിൽ ടാറ്റു ആവുകയാണ്? നിങ്ങൾ ആളുകളെ ടാറ്റു ചെയ്ത് വെക്കും. ഇവിടെ എമിലിനോ മാർട്ടിനസിന്റെ ടാറ്റു വെച്ചൊക്കെ നോക്കൂ, ആ മൊമെന്റും ഉണ്ട്. 22 മിനിറ്റ് 122 മിനിറ്റ് 43 സെക്കൻഡ്. ഇതാ ഇവിടെ കുറിച്ച് വെച്ചു. എന്താ ബ്രദറിന്റെ പേരെന്താ? കൃഷ്ണരാജ്. കൃഷ്ണദാസ്. ഇന്നു മുതൽ താങ്കൾ എമിലിയാനോ കൃഷ്ണദാസ് എന്നറിയപ്പെടും. ലോകമേ നിങ്ങളിത് കേൾക്കുക, ലോകമേ നിങ്ങളിത് കാണുക. അപ്പൊ ഇത് 122-ാമത്തെ മിനിറ്റ് 43-ാമത്തെ സെക്കൻഡിലെ മാർട്ടിനസിന്റെ ആ സേവ് ഉണ്ടല്ലോ, അത് കയ്യിൽ ഇങ്ങനെ കൊത്തിവെച്ചേക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങളിത് കാണുന്നുണ്ടോ? വേൾഡ് കപ്പിൽ ആ ഒരു ക്ലച്ച് മൊമെന്റ് ആയിരുന്നു. ലൈക്ക് ആ ഒരു സേവ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജന്റീന പരാജയപ്പെട്ടേനെ. കാരണം മത്സരം കളി അവസാനിക്കാൻ പോകുന്നു, ഏകദേശം 1 മിനിറ്റ് പോലും ബാക്കിയില്ല, ഇഞ്ചുറി ടൈമിലാണ്. ആ ഒരു ഐക്കോണിക് മൊമെന്റിൽ മെസ്സി വരെ ഒരു നിമിഷം ഒന്ന് പകച്ചു നിൽക്കുന്ന വിഷ്വൽസ് ഉണ്ട്. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് സേവ് ചെയ്ത് കൊടുത്തു, പിന്നെ ഷൂട്ട് ഔട്ടിൽ വന്നു, അവിടെയും തട്ടി കൊടുത്തു. അങ്ങനെയാണ് ആ വേൾഡ് കപ്പ് നമുക്ക് ഈ കോപ്പ അമേരിക്കയിൽ പരാജയപ്പെട്ടിട്ട് തലകുനിച്ച് നിൽക്കുന്ന ഒരു മെസ്സി ഉണ്ടല്ലോ, സങ്കടപ്പെട്ട് നിൽക്കുന്ന മെസ്സി, അത് കാണുന്ന സമയത്ത് നിങ്ങൾ കരഞ്ഞോ? ശരിക്കും കരയാറുണ്ടോ? മെസ്സി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാനത് കളി കാണുമ്പോൾ എനിക്ക് കൈകാല് പറിക്കും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ അർജന്റീന കളി കാണുമ്പോൾ എൻ്റെ അനിയൻ്റെ അടുത്ത് പറയും എൻ്റെ കൈ ഒന്ന് മുറുക്കെ പിടിക്കണം, കാരണം നമുക്ക് ടെൻഷൻ. അപ്പോൾ ഞാനും വിചാരിച്ചത് എനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ അർജന്റീന ഫാൻസ് കേരള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാവരും എനിക്കും വിറയലുണ്ട്, കണ്ണീന്ന് വെള്ളം ഒഴുകും, ടെൻഷൻ. അതല്ലെങ്കിൽ നമ്മൾ വേൾഡ് കപ്പിൽ നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് മാത്രം ഞാൻ കളി കണ്ടിട്ടുള്ളൂ. എല്ലാ കളി ഞാൻ ഇട്ട ഡ്രസ്സ് വരെ അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. അതിട്ടാലേ നമ്മൾ ജയിക്കുള്ളൂ. ആ ഡ്രസ്സ് നല്ല രസകരമായ സാധനമാണ് നമ്മുടെ ചർച്ച. സാധാരണ വിറയലിന് ഷിവറിംഗ് എന്നാണ് പറയാറ്. പക്ഷേ കേരളത്തിലെ വേറെ മെഷ് ഷിവറിംഗ് എന്ന് പറയാം. അങ്ങനെ പറയണം. മെസ്സി കാരണം ഉണ്ടാകുന്ന ഒരുതരം പേര് മെഷ് ഷിവറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. മെസ്സിയുടെ പോലെയുള്ള സോഫ്റ്റ് വികാരങ്ങളുള്ള ആൾ കൂടിയാണ്. മെസ്സി തോക്കുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ടോ? ഉറപ്പായിട്ടും കരഞ്ഞിട്ടുണ്ട്, കണ്ണീര് വന്നിട്ടുണ്ട്. എന്തുവാണ് ഇതൊക്കെ ആൾക്കാർ ചോദിക്കൂലേ? അപ്പോ പക്ഷെ അത് പറയാൻ പറ്റൂല അല്ലേ? മെസ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വികാരമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മെസ്സി കളിച്ച ആദ്യത്തെ കളി തൊട്ട് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ചെറിയ മെസ് വിറയൽ ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും. പക്ഷേ ലോകകപ്പ് നേടിയതിനു ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ വിറയിലില്ല. ഏത് ടീമിനെ ഞങ്ങൾക്ക് തോൽപ്പിക്കാന്നുള്ള ഒരു ആത്മവിശ്വാസം. ഈ ഒരു കാര്യമുണ്ട്. മെസ്സിയുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, അതൊന്ന് കാണിക്കാം. മെസ്സിയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. താങ്കൾ ചിത്രകാരൻ കൂടിയാണ്. ചെറുതായിട്ടൊക്കെ വരയ്ക്കും. എൻ്റെ പേര് അലൻ എന്നാണ്, വീട് അങ്കമാലിയിലാണ്. ഇത് നമ്മളുടെ ഞാൻ മെസ്സിയുടെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ 1-2 കുന്നിട്ടുള്ളൂ. ഇത് പെൻസിൽ കൊണ്ട് വരച്ചാണ്? ഇത് പെൻസിൽ ഡ്രോയിങ് ആണ്. മെസ്സി കാണുന്നുണ്ടെങ്കിൽ ഇത് കാണട്ടെ അല്ലേ? എവിടെ കാണണം അല്ലേ? വേറെയുണ്ട്, വേറെ ചിത്രമുണ്ടോ? 2-3 ചിത്രം. ഇത് സ്ഥിരം ഇത് തന്നെയാണോ പരിപാടി? മെസ്സിയുടെ നോക്കൂ, അടുത്ത ചിത്രം. വീണ്ടും ഒരു ചിത്രം. ഇതാ മൊമെന്റ് ആണ് കേട്ടോ. ലുസൈൽ സ്റ്റേഡിയത്തിലെ മൊമെന്റ്. ഇത് കാണുമ്പോണ്ടല്ലോ അല്ലേ, ലുസൈൽ സ്റ്റേഡിയത്തിലെ മൊമെന്റ് ആണ്, ആ നിമിഷമാണിത്. മെസ്സി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മെസ്സിയെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആ ലെഫ്റ്റ് ഫോട്ടിലൊന്ന് തൊടണം. ഇത്രയും ദൈവികമായൊരു ഇത് ലോകത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ ലെഫ്റ്റ് ഫോട്ടിലൊന്ന് തൊടണം, ആ ഇടങ്കാലിൽ ഒന്ന് തൊടണം അല്ലേ? എന്നിട്ട് അതാണ് കേട്ടോ. എൻ്റെ അമ്മ ഒരു ഡാൻസ് ടീച്ചറും കൂടിയാണ്, അതുകൊണ്ട് കലാകുടുംബമാണ്. ഞാൻ മാത്രമുള്ള കായികത്തിലോട്ട് പോയ ഒരാള്. എപ്പോഴും പറയും എൻ്റെ അടുത്ത്, നിനക്ക് ഈ പ്രാന്തം കളി അല്ലാണ്ട് വേറൊരു ഇതൊന്നും നിനക്ക് പറ്റും. ഇത് വേറെ ആർക്കും മനസ്സിലാവൂല അല്ലേ? നമ്മളെല്ലാരും പ്രാന്തന്മാരെന്ന് പറയും, പക്ഷെ ആ പ്രാന്തിനൊരു വല്ലാത്ത ഭംഗിയല്ലേ? തീർച്ചയായും. ഈ മെസ്സി പ്രാന്ത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി? നമ്മളൊക്കെ കളി കാണുന്ന കാലം മുതൽ 2006, 2007 ആ സമയം മുതലേ മെസ്സി കളി കണ്ടു. അതാണ് ഇതിനകത്ത് ബിനീഷ് കിരൺ. ഡോക്ടർ നിങ്ങൾ പറഞ്ഞു എന്താ അവരൊക്കെ ഡാൻസേഴ്സ് ആണ്, നിങ്ങൾ എന്ത് സമയങ്ങളിൽ എന്നെ അക്കോർഡിംഗ് ടു മീ ലോകത്തെ ഏറ്റവും വലിയ നർത്തകനാണ് ലയണൽ മെസ്സി. ഒരു തർക്കവുമില്ല. അദ്ദേഹം പന്ത് കൊണ്ട് നൃത്തം ചെയ്യുന്നത് പോലെ ലോകത്തെ ഒരു ഡാൻസർ കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറയണം ഇനിയെങ്കിലും. നെയ്മർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സാമ്പാ നൃത്ത ചുവടുകൾ ഉള്ളത് ബ്രസീലിലാണ് അല്ലേ? ബ്രസീല് ടിക്കിട്ടാക്ക. താങ്കൾ നെയ്മറുടെ ആരാധകനല്ലേ? എന്നിട്ട് മെസ്സി ഗംഭീരമാണ്. മെസ്സി കൊള്ളാം. അതാണ് ഫുട്ബോളിന്റെ സ്പിരിറ്റ്. ഇവിടെ പാബ്ലോ എസ്കോബാറിന്റെ തലമുടിയുമായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. എന്താ പേര്? അഭിജിത്ത്. പാബ്ലോ എസ്കോബാറിന്റെ സ്വഭാവം ഇല്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പാവം. എന്താ കടുത്ത ആരാധകനാണെന്ന് തോന്നുന്നു. നെയ്മറിന്റെ ആണ്. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്താ തോന്നുന്നു? മെസ്സി നെയ്മർ എങ്ങനെ താരതമ്യം ചെയ്യും? മെസ്സിനെക്കാട്ടും നല്ലത് തോന്നിക്കുന്നത് നെയ്മറിനെ പോലെ. എന്തുകൊണ്ട്? സ്കിൽസ് മെസ്സിയേക്കാൾ ഒരു പടി മുന്നിലാണ്. ആണോ? സ്കിൽസ് മാത്രമല്ലല്ലോ ഫുട്ബോള്. ഗോൾ സ്കോറിങ്, അസിസ്റ്റ്, പ്രീ അസിസ്റ്റ്, ഇതെല്ലാം ഫുട്ബോളിൽ ബാധകമല്ലേ? ഇഞ്ചുറീസ് കൂടുതൽ കിട്ടിയേക്കുന്നത് നെയ്മറിനല്ലേ? പക്ഷെ കരിയർ നോക്കാനാണെങ്കിൽ മെസ്സിയാണ് എല്ലാ കാര്യത്തിലും എല്ലാം നേടിയിട്ടുണ്ട്. വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്, 8 ബാലൻ ഡി ഓർ നേടിയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടാൻ നിങ്ങൾ കളിക്കാൻ അനുവദിച്ചാലല്ലേ പറ്റൂ.
അതിനു മുമ്പ് കാലുകൊണ്ട് വെച്ചാൽ പിന്നെ എങ്ങനെ പറ്റുമെന്നുള്ളതല്ലേ ചോദ്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞില്ലേ നെയ്മറാണ് ബെറ്റർ എന്ന് പറഞ്ഞില്ലേ, പക്ഷെ നെയ്മറോട് ചോദിച്ചാൽ മെസ്സിയാണ് ബെറ്റർ എന്ന് പറയും. അതാണ് ഇവിടുത്തെ വിഷയം. മെയിൻ വിഷയം ഇതാണ്. നടക്കാൻ പോകുന്ന പരിപാടി ചെറിയ പരിപാടിയല്ല. ജയശേട്ടാ, മൈക്കിൾ ജോർഡൻ, മൈക്കിൾ ഷുമൈക്കർ, ഒരു റോജർ ഫെഡറർ, നദാൽ, പെലെ, മറഡോണോ ഈ കരിയർ പീക്കിൽ ഫുട്ബോളും കംപ്ലീറ്റ് ചെയ്ത് ലോകരാജാവായി നിൽക്കുന്ന ഒരു മനുഷ്യൻ കേരളത്തിലേക്ക് വരികയാണ്. അതിങ്ങനെയൊന്നും ആഘോഷിച്ചാൽ പോരാ. അപ്പോൾ ഈ ഒരു പരിപാടി വലിയൊരു തുടക്കമാവട്ടെ. നമ്മൾ ഈ പീക്ക് സെലിബ്രേഷനിലേക്ക് പോകണം. മെസ്സിയും അർജന്റീനയും ഇവിടെ വന്നിട്ടുണ്ട് 2011. ആ സമയത്ത് പക്ഷേ ഇതിൻ്റെ ഒരു ഗ്ലാമർ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത മെസ്സിയാണ് വരുന്നത്, എല്ലാം കംപ്ലീറ്റ് ചെയ്ത അർജന്റീനയാണ് വരുന്നത്. ഈ മെസ്സിയുടെ കളി കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടി ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതേതായിരിക്കും? 2016 കോപ്പ അമേരിക്ക ഫൈനൽ എന്ന് പറഞ്ഞാൽ അന്ന് ഇതിനേക്കാളും 2022 വേൾഡ് കപ്പിനേക്കാളും പീക്ക് മെസ്സിയാണ്. അതായത് 5 ഗോൾ 4 അസിസ്റ്റ് 9 ഗോൾ കോൺട്രിബ്യൂഷനോടുകൂടി ഫൈനൽ ഷുവർ ജയം പ്രതീക്ഷിച്ചെടുത്താണ്. കണക്ക് അതെന്തായാലും പറയും. അവിടെ നിന്ന് കരയുന്ന ഈ വരാൻ പോകുന്ന ലോകകപ്പിന് ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. അന്ന് കരഞ്ഞ മെസ്സി ആ സ്റ്റേഡിയത്തിന്റെ പേര് മെറ്റ് ലൈഫ് ആയിരുന്നു അല്ലേ കൃഷ്ണ? അവിടെ നിന്ന് ഏതൊരു മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിന് ശേഷവും ജീവിതത്തിൽ ഒരു ലുസൈൽ രാത്രി ഉണ്ടാവുന്ന മെസ്സി കാണിച്ചു തന്നു. ഇനി വീണ്ടും മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് പോവാണ് 2026. അതായത് നമ്മളിപ്പോൾ മെസ്സി അർജന്റീനക്ക് ഉണ്ട്, മെസ്സി കുറേ കാലമായിട്ടുണ്ട്, നെയ്മർ ബ്രസീലിലുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ഇതിനകത്തൊക്കെ എല്ലാം വ്യത്യസ്തൻ, അർജന്റീൻ ടീമിനെ വ്യത്യസ്തനാക്കിയ മറ്റൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇത്രയും സമയമായി പറഞ്ഞില്ല. അത് വരട്ടെ, അയാൾക്കും വേണം ഒരു കയ്യടി. അവിടെ സ്കലോണിനെ നമ്മളെപ്പോഴും പുകഴ്ത്തുമ്പോഴും സ്കലോണിക്കും ഉണ്ട് 2 അസിസ്റ്റന്റ്. അവരും വളരെ മികച്ച ആൾക്കാരാണ്. ഒന്ന് പാബ്ലോ ഐമാറും അതേപോലെ അയാല. അത് 3 പേരും കിടിലങ്ങളാണ്. ഇവർക്കും ഒരു കയ്യടി ആവശ്യമാണ്. കാരണം എന്താണോ അർജന്റീനക്ക് വർഷങ്ങളായിട്ട് ഇല്ലാണ്ടിരുന്നത് അത് നേടിക്കൊടുത്തത് ആ കോച്ചിലൂടെ കൂടിയാണ്. എന്തോ അനുമതി പറയുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞ 2016 ശേഷം നടന്ന 2018 ലോകകപ്പിൽ ഇതേ രീതിയിൽ ഒറ്റപ്പെട്ട് മെസ്സി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട്. ഒരു പക്ഷേ അതാണിക്കാം എന്നെ പോലുള്ളവർ കുറച്ച് പേര് ഓർക്കുന്നത്. പുറത്തായി ഇതേപോലെ ഫ്രാൻസിനോട് തോറ്റ് അല്ലെങ്കിൽ പുറത്താവുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന മെസ്സി അന്ന് കളി മതിയാക്കാൻ ആഗ്രഹിച്ച മെസ്സിയാണ്. അവിടെയായിരുന്നു ഈ പറഞ്ഞ സ്കലോണിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. അന്ന് രാത്രി അദ്ദേഹം വിളിക്കുന്നു, നിങ്ങൾ വിരമിക്കരുതെന്ന് പറയുന്നു, നിങ്ങളെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. 4 വർഷത്തിന് ശേഷം അദ്ദേഹം വാക്ക് പൂർത്തിയാക്കുന്നു. ഈ സ്കലോണി പൊതുവെ വികാര വിക്ഷോഭങ്ങൾക്കൊന്നും കീഴ്പ്പെടാത്തൊരു മനുഷ്യനാണ്. പാറ പോലെ ഉറച്ചു നിൽക്കും, നമ്മുടെ ദ്രാവിഡിനെ പോലെ എന്നൊക്കെ പറയും. വലിയ പ്രത്യേകിച്ച് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല, ആ ഭാവം അവിടെ തന്നെ നിൽക്കും അല്ലേ. പക്ഷേ ആ മനുഷ്യൻ ലോകകപ്പിന്റെ ഫൈനലിൽ ഒരു മൊമെന്റ് ഉണ്ട്. ഫൈനൽ നേരിട്ട് കണ്ട ആളാണ് ജയേഷ് പൂക്കൂട്ടൂർ. ജയേഷ് പൂക്കൂട്ടൂർ കുളി ചോദിക്കാൻ തോന്നുന്നു ഈ മൊമെന്റ് എങ്ങനെയായിരുന്നു. ജയേഷ് എങ്ങനെയായിരുന്നു ആ മൊമെന്റ്? കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് അടിച്ചിട്ട് എന്നെ PCR എന്ന് വിളിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സൗണ്ട് വരുന്നില്ല. ആ ഒരു ഞാനപ്പോ ഈ പണിക്ക് കൊള്ളാവുന്ന ആളാന്ന് വെച്ചാൽ എന്റെ പണി റിപ്പോർട്ടിംഗ് ആണ്. പക്ഷെ ആ സമയത്ത് വരുന്നില്ല. നിങ്ങളൊരു മെസ്സി ആരാധകനാവുകയും അർജന്റീന കപ്പടിക്കുകയും അതിലെ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് മെസ്സി വരികയും ചെയ്യുന്ന ഒരു ചരിത്ര നിമിഷം എന്ന് പറയുന്നത് ഏതൊരു റിപ്പോർട്ടറെ സംബന്ധിച്ചും അത് ഹൃദയത്തിൽ തട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. കറക്റ്റാണ്. എന്റെ മോള് വളർന്നു വലുതായി കഴിഞ്ഞിട്ട് അവരോടൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാൻ പറ്റിയ കഥയാണ്. മെസ്സി ലോകകപ്പ് ഉയർത്തിയ വേൾഡ് കപ്പ് ഞാൻ ഒഫീഷ്യൽ അക്രഡിറ്റേഷനോട് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ക്രെഡിറ്റ് ആണ് അക്കാര്യത്തിൽ. ഇവിടെ മഞ്ഞക്കുപ്പായക്കാരനുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ചെറിയ സങ്കടം തോന്നുന്നുണ്ടോ മഞ്ഞക്കുപ്പായക്കാരന്? എനിക്കൊരിക്കലും സങ്കടം തോന്നുന്നില്ല. കാരണം ഞാനൊരു ആൽബി സെലസ്റ്റൻ ആണ്. ഞാനിവിടെ ഈ ജേഴ്സി ഇട്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ കേരളത്തിന് വേണ്ടി കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവരെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. മഞ്ഞപ്പടയെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നു. ബട്ട് അറ്റ് ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ ആം ആൻ ആൽബി സെലസ്റ്റൻ. ജീവിതത്തെ ഏറ്റവും ചെറിഷ് ചെയ്യുന്ന മൊമെന്റ് ഏതാ ഈ അർജന്റീന കളികളിൽ വെച്ച്, മെസ്സി കളികളിൽ വെച്ച്? ഞാൻ സത്യത്തിൽ എന്താ പറയുക, ഫുട്ബോൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ വാവ് എന്ന് പറഞ്ഞു പോയൊരു മൊമെന്റ്, ഈ ജോസ്കോ ഗാർഡിയോളിനെ ഡ്രിബിൾ ചെയ്ത് പോകുന്നൊരു മൊമെന്റ് ഉണ്ട് റൈറ്റ് വിങ്ങിൽ കൂടി. ജോസ്കോ ഗാർഡിയോളിന് ഇങ്ങനെ കയറി വന്നിട്ട് പുറം തിരിഞ്ഞ് കയറിപ്പോയി. അതിൽ ഞാനൊരു വീഡിയോയിൽ കണ്ട ഒരു വേർഡിങ് അതിൽ കറക്റ്റ് പറയുന്നുണ്ട്. 20 വയസ്സ് 21 വയസ്സുള്ള ഗാർഡിയോള് കണ്ടതാണ് മെസ്സി വരുന്ന ബോളുമായിട്ട്. പക്ഷെ അത് അവൻ പ്രോസസ് ചെയ്ത് ബ്രെയിനിലെത്തി എന്ത് ചെയ്യണമെന്ന് പറയുന്നതിന് മുന്നേ പുള്ളി തിരിഞ്ഞ് അതിലേക്ക് കയറിപ്പോയി. അതും സ്ട്രൈക്കർ ഓടി വരുന്നു, സ്ട്രൈക്കറെ നോക്ക പോലും ചെയ്യാതെ മെസ്സി അത് തട്ടിയിട്ട് കൊടുത്തു. അവന് പോയിന്റ് ബ്ലാങ്കിലാണ് അടിച്ച് പോസ്റ്റ് കയറ്റാം. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ അസിസ്റ്റ് ആയിരുന്നു അത്.
അല്ലേ? ഓഫ് കോഴ്സ് ഞാനൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണ്, പേഴ്സണലി മെസ്സി ആരാധകനാണ്. അപ്പം കേരളത്തിലെ മെസ്സി ആരാധകർ അർജന്റീന ഫാൻസ് അത്രത്തോളം ട്രോൾസും കാര്യങ്ങളും സഹിച്ചിട്ടുണ്ട് ഓരോ മെസ്സിയുടെ ഓരോ തോൽവിയിലും. അതേപോലെ തന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമ്മളെ ട്രോൾ ചെയ്തിട്ടുണ്ട്. അതെ, മെസ്സി ഫാൻസും അർജന്റീന ഫാൻസും കേരളത്തിൽ അത്രയ്ക്ക് ഡിസേവിംഗ് ആണ് മെസ്സി കേരളത്തിലേക്ക് വരിക എന്നുള്ളത് സത്യം പറഞ്ഞു. കാരണം അവർ നമ്മളൊരുക്കിയ കണ്ണീരിന്, നമ്മളുടെ സങ്കടത്തിന്, നമ്മൾ തലകുനിച്ചു പോയപ്പോഴുള്ള വിഷമങ്ങൾ, അതെ അതും പോരാ. നമ്മൾ ഇപ്പം അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ സ്വന്തം ജനിക്കുന്ന കുട്ടികൾക്ക് പേര് നൽകുന്നു, നമ്മൾ ബാനേഴ്സ് വെക്കുന്നു, അതേപോലെ കട്ടൗട്ട് വെക്കുന്നു. അങ്ങനെ അത്രയും മെസ്സിക്കും അർജന്റീനയ്ക്കും അത്രയും ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേരളത്തിൽ. നമ്മുടെ അടുത്തൊരു ആരാധകരുണ്ട്. മെസ്സി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു നല്ല ആദ്യത്തെ 50 റാങ്കിലുള്ള ഒരു ടീമിനെ തന്നെയായിരിക്കും അർജന്റീനയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ മൊമെന്റ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഏത് ഗെയിമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും മെസ്സിയുടെ പെർഫോമൻസ്? ആണ് ഒരു 1-2 ഗോളുകൾ, ഒരു 3-4 അസിസ്റ്റുകൾ? ഏത് ഗെയിം ആണെങ്കിലും മെസ്സി 100% കൊടുക്കുന്ന ആളാണ്. നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്, ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. മെസ്സിയെ പോലൊരു പ്ലെയർ ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരുന്ന് പറയാണ് മെസ്സി വരികയാണ്, മെസ്സി വരുന്നു, മെസ്സിയുടെ കളി കാണാൻ പോകുന്നു. ഇതിൻ്റെയൊക്കെ വില ചിലപ്പോൾ ഒരു 10 വർഷമോ 15 വർഷമോ കഴിയുമ്പോൾ മനസ്സിലാവും. അന്ന് റിപ്പോർട്ടർ ചാനലിൽ ഞാനും ഉണ്ടായിരുന്നു, ഈ ഡിസ്കഷനിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അന്നത്തെ തലമുറ പറയാം മെസ്സിയൊക്കെ നേരിട്ട് കണ്ടാലും ഇല്ലെങ്കിലും മെസ്സി എൻ്റെ നാട്ടിൽ വന്നു, കേരളത്തിൽ വന്നു, കളിച്ചു, മടങ്ങുന്നു ജീവനോടെ അർജന്റീന ടീം മുഴുവൻ. അത് ജനിപ്പിക്കുന്ന ഒരു പ്രചോദനം, ആ പ്രചോദനം ഉൾക്കൊണ്ട് സ്വയം എന്താ പറയുക ഇൻസ്പയർ ആയി വരുന്ന ഒരു യുവാവ്. തീർച്ചയായിട്ടും 20 വർഷത്തിനപ്പുറം ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, തലപ്പത്തിരിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പലർക്കും. 2, ഇവരിൽ പലർക്കും താല്പര്യമില്ല. 3, ഇങ്ങനൊരു കാര്യം ഇവിടെ വിജയിപ്പിക്കാമെന്നുള്ള വിശ്വാസമില്ല. ഈ 3 കാര്യം മാത്രം മാറ്റിയാൽ ഇവിടെ ഫുട്ബോൾ വളരും. ബ്രസീലിന്റെയും അർജന്റീനയിലെയും താരങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇപ്പോഴും ഓരോരുത്തരെയും കണക്കുകൂട്ടലുകളാണ്, വിലയിരുത്തലുകൾ എന്താണ് നമുക്കൊന്ന് നോക്കി വരാം. എമി മാർട്ടിനസും ദിദയും ഷൈജു എങ്ങനെയാണ് ഒരു കമ്പയർ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് എമി മാർട്ടിനസ് തന്നെയാണ്. കാരണം എമി മാർട്ടിനസിന്റെ ഒരു എന്താ പറയുക ലേറ്റസ്റ്റ് എല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എമി മാർട്ടിനസ് തന്നെയാണ്. വേറെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എമി മാർട്ടിനസിന്റെ അഗ്രസീവ് ആണ് കുറച്ചും കൂടി, എസ്പെഷ്യലി ഇൻ ദ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. ദിദ കുറച്ച് കൂളാണ്. മാർട്ടിനസ് തന്നെയാണ്. കാരണം 36 വർഷങ്ങൾക്ക് ശേഷം അർജന്റീന ഒരു ലോകകപ്പ് ഉയർത്താനും കോപ്പ അമേരിക്ക നേടാനും എല്ലാത്തിനും കാരണക്കാരൻ ലയണൽ മെസ്സി എങ്ങനെയാണോ അതുപോലെ തന്നെ ഉള്ളൊരു പ്ലെയറാണ്. അടുത്ത് ക്രെസ്പോ അഡ്രിയാനോ. ഇതിലെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പ്ലെയർ അഡ്രിയാനോ ആണ്. അഡ്രിയാനോയുടെ പീക്ക് സമയത്ത് അദ്ദേഹം ഇന്റർ മിലാനിൽ കളിച്ച സമയത്ത് അദ്ദേഹം ഒരു ബീസ്റ്റ് ആയിരുന്നു. ക്രസ്പോയുടെ കാലഘട്ടത്തിൽ അർജന്റീനയുടെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ തന്നെയാണ്. ഇവിടെ നമുക്ക് ഫോക്സ് ഇൻ എ ബോക്സ് എന്ന് പറയാം. കാരണം തട്ടിയിട്ട് ഗോൾ അടിക്കുക, കണ്ണിങ് ആയ ഈ ബോക്സിന്റെ അകത്തുള്ള ഒരു കുറുക്കൻ, എപ്പോഴും തട്ടിയിട്ട് റീബൗണ്ട് കാൽക്കുലേറ്റഡ് ആണ്. പക്ഷെ അഡ്രിയാനോ കളം നിറഞ്ഞ് കളിക്കാൻ പറ്റിയ ഒരു ക്രിയേറ്റീവായ കൂടി പ്ലെയർ ആണ്. അടുത്തത് മസ്കെറാനോ കസമിറോ. ഇതിൽ ഞാൻ പേഴ്സണലി മാഷറാനോ ചൂസ് ചെയ്യും. കാരണം ചിലവർക്കറിയാം 2010 വേൾഡ് കപ്പിൽ ജർമ്മനിയായിട്ട് തന്നെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. 2014 ഫൈനൽ ജർമ്മനീനെ കിട്ടി. അപ്പോൾ അതിന് മുമ്പത്തെ മാച്ച് സെമി ഫൈനലിൽ നെതർലാൻഡ്സുമായിട്ടാണ് അർജന്റീന കളിച്ചത്. അപ്പോൾ നെതർലാൻഡ്സിൻ്റെ ഒരു പെനാൽറ്റി ബോക്സിൽ ടാക്കിൾ ചെയ്യാൻ കാണിച്ചൊരു വലിയൊരു ധൈര്യം മാഷറാനോ കാണിച്ചിട്ടുണ്ട്. അതായത് ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ഫാൻസിനും റോബനെതിരെ, അതായത് ആര്യൻ റോബൻ എന്ന് പറഞ്ഞാൽ ആര്യൻ റോബൻ്റെ ഇടങ്കാലം എന്ന് പറഞ്ഞാൽ ഉരുക്കുവിൻ്റെ ഇടങ്കാലാണ്. ആ ആര്യൻ റോബനെതിരെ ഭയങ്കര ടാക്ടിക്കലായിട്ട് കളിക്കുന്ന ആ പ്ലെയറിനെതിരെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടാക്കിളാണ് ചെയ്തത്. കറക്റ്റ് ബോളിലാണ്, അതുകൊണ്ട് അത് കാലിൽ ടച്ച് ചെയ്തിട്ടില്ല, ആ പെർഫെക്റ്റ് ടാക്കിളാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു ടാക്കിൾ അർജന്റീന ആ പെനൽറ്റി ഷൂട്ടിലേക്ക് പോകുന്നത് ലീഡ് ചെയ്യുന്നതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ഫുട്ബോൾ ശരിക്കും ഒരു ബിസിനസ് അല്ലേ? എന്താണ് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, എന്താണ് അവിടെ നടക്കുന്ന ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഫുട്ബോളിലെ ബിസിനസ്സിൻ്റെ സാധ്യതകൾ നമ്മുടെ അധികാരികൾക്ക് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഇതിലൂടെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്താണ് ഇവിടെ 250 കോടി മുടക്കിയിട്ട് നമുക്കിവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക ആ സമയം കൊണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന തലമുറയിലെ ആൾക്കാർ ഈ ഫുട്ബോൾ കൾച്ചർ ഉണ്ടാക്കിയിട്ട് വേണം. നാളെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഫുട്ബോളിന് താല്പര്യമുള്ള ആളാവണം, ഒരു ഡോക്ടർ ഫുട്ബോളിന് താല്പര്യമുള്ള ആളാവണം, ഒരു കേരള പോലീസ് ടീം എങ്ങനെയാണ് ഉണ്ടായത്? അതിന് താല്പര്യമുള്ള ആൾ തലപ്പത്ത് വന്നപ്പോഴാണ് കേരള പോലീസ് ടീം ഉണ്ടായത്. അത് ഒരു കാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിന് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാവുന്ന ഒന്നാണ് കേരള പോലീസ് ടീം. ഇതൊക്കെ താല്പര്യമുള്ള ആൾ തലപ്പത്ത് വരണമെങ്കിൽ ഈ ഫുട്ബോൾ കൾച്ചർ ആദ്യം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു കമ്പാരിസൺ നമുക്ക് നോക്കാം. അടുത്തത് ആൽവരസും വിനീഷ്യസും. ആരാർക്കൊപ്പം? ഉറപ്പായിട്ടും അൽവാരസ് തന്നെയാണ്. ഒരു സംശയമില്ല. ഒരു സംശയമില്ല. എതിർപ്പ്
അഭിപ്രായമുണ്ടോ? വ്യത്യാസമുണ്ടോ വിനീഷ്? ഇല്ല. ബ്രസീൽ ഫാൻസിന് പോലും ഇതിലൊരു എതിരഭിപ്രായം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റൊണാൾഡീഞ്ഞോ, റിക്കോൾമേ? റൊണാൾഡീഞ്ഞോ തന്നെ. ഓക്കെ, അതിനകത്ത് പിന്നെ ആർക്ക് എതിരഭിപ്രായമില്ലെന്ന് തോന്നുന്നു. റൊണാൾഡീഞ്ഞോ, നമ്മുടെ സ്വന്തം റൊണാൾഡീഞ്ഞോ. കെമ്പസ് ഗരീഞ്ച പഴയ കാലമാണ്. ടൈറ്റാണ്. പഴയ കാലത്തെ തലമുറയിലെ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈഫിനോട് നമ്മൾ യോജിക്കുന്നില്ല. ലൈഫിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗരീഞ്ചയുടെ. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം കെമ്പസ് എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ ഫസ്റ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയർ ആണ്. അതുപോലെ തന്നെ പെലെ ആദ്യ വേൾഡ് കപ്പ് നേടി, രണ്ടാമത്തെ വേൾഡ് കപ്പിലെ എനിക്കൊന്നു ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആണ് ഗരീഞ്ച. 2 ടൂർണമെന്റുകളിലെ ഏറ്റവും ബെസ്റ്റ് ആയ 2 പ്ലെയേഴ്സാണ്. പക്ഷെ 2 കാലഘട്ടം ബിയോണ്ട് കമ്പാരിസൺ. ഡി മരിയ, റിവാൾഡോ. ഡി മരിയ അവിടെ വൈ ഡി മരിയ എനിക്ക് തോന്നിയിട്ടുള്ളത് അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. മെസ്സി നമുക്കുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡിമറിയ അത്രയ്ക്ക് അങ്ങോട്ട് ആഘോഷിക്കാതിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെസ്സിയുടെ പ്രഭാവം കൊണ്ട് മാത്രം മറയ്ക്കപ്പെട്ടു പോയതാണ് ഡിമറിയനെ നമ്മൾ ഒരിക്കലും അർജന്റീന ഫാനും തള്ളി പറയില്ല. കാരണം അർജന്റീന ജയിച്ച എല്ലാ ഫൈനലിലും ഗോൾ അടിച്ചൊരു പ്ലെയർ ആണ് ഡിമറിയ. ബിഗ് ഗെയിം പ്ലെയർ. തർക്കമില്ല. ബാറ്റ് ഷൂട്ടർ റൊണാൾഡോ തന്നെയാണ്, നോ ഡൗട്ട്. ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ റൊണാൾഡോ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ട്രൈക്കർ. പക്ഷെ അർജന്റീനയ്ക്ക് ബാറ്റ് ഷൂട്ടാണ് ദൈവം. അത് പണ്ടത്തെ ഒരു ഫ്രേസ് ഉണ്ട്, ലൈക്ക് ഇങ്ങനെ അർജന്റീന ഞങ്ങളുടെ മതം, ബാറ്റ് ഷൂട്ട് ഞങ്ങളുടെ ദൈവം. മെസ്സി ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നു, താങ്കൾ എന്ത് ചെയ്യും? നേരെ കെട്ടിപ്പിടിക്കും. കാലത്ത് ജീവിച്ചതിന് നന്ദി. അതെ, ഒരു ഫോട്ടോ എടുക്കാൻ കെട്ടിപ്പിടിക്കും. പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ക്ലബ്ബിൽ പോയിട്ട് പിള്ളേരെ ഒന്ന് കാണിക്കുകയും കൂടി ചെയ്യും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ പാതി നിങ്ങളുടെ വലത്തെ കയ്യിലും, നിങ്ങൾ കാണാൻ പോകുന്ന മെസ്സി നിങ്ങളുടെ ഇടത്തെ കയ്യിലും നിൽക്കുന്നു. മെസ്സി 500 മീറ്റർ പാതി വിട്ടിട്ട് പോവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ പാതി എന്തായാലും ഫാമിലി ആണെങ്കിൽ ഫാമിലിനെ അവിടെ വെച്ചിട്ട് ഞാൻ മെസ്സിനെ കാണാൻ പോകും. കാര്യം ഫാമിലി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എനിക്ക് വെയിറ്റ് ചെയ്യൂല, അതാണ് അതിന്റെ പോയിന്റ്. ഫാമിലി, അത് എന്നെ അറിയാവുന്ന ഒരു പാതി എൻ്റെ ഒപ്പം ഉണ്ടാവും അല്ലേ? അപ്പൊ മെസ്സിയുടെ വരവ് എങ്ങനെ ആഘോഷിക്കാനാണ് പ്ലാൻ? കാണണം, എന്തായാലും പൊളിക്കണം. വേൾഡ് കപ്പ് അടിച്ച് കരഞ്ഞ് ഞാൻ വീണ്ടും പുറത്തു പോയി ഒച്ചയെടുത്തുണ്ട്. വീണ്ടും അടുത്ത് ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഉണ്ട്. അപ്പൊ ഏതുവരെ ഇന്റർനാഷണൽ കപ്പിലാന്നുള്ളൊരു കുറവായിരുന്നു നമ്മളെ ചെക്കനെ പറ്റി പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മള് വീണ്ടും അടുത്ത് കരഞ്ഞ് ഒച്ചപ്പാടും മേളൊക്കെ ഉണ്ടാക്കി. വികാരാണ്. മെസ്സി തന്നെയാണ് താരം. അതെ, മെസ്സി വന്നാൽ, മെസ്സി ഒന്ന് കണ്ടാൽ ഹഗ് ഫസ്റ്റ് തന്നെ. പൊളി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ആണെങ്കിലും മഞ്ഞക്കുപ്പായം ആണെങ്കിലും മെസ്സി ഒന്ന് കാണണ്ടേ? തീർച്ചയായിട്ടും മെസ്സി ഒന്ന് കാണണം. അതിന് ഞാനിപ്പോളെ എൻ്റെ മോൻ സ്പോർട്സ് മാനേജ്മെന്റ് കഴിഞ്ഞതാണ്. അപ്പം അവനോട് ഞാൻ ഇപ്പോഴേ ടിക്കറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക് തരണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വരാൻ ഒരു കാര്യം എന്താ മായ ചേച്ചിക്ക് ഫുട്ബോളിലേക്ക്? സാധാരണ സ്ത്രീകൾ ഇപ്പോൾ കുറച്ചധികം ആളുകൾ ഫുട്ബോളിലേക്ക് വരുന്നുണ്ട്, പക്ഷേ മായ ചേച്ചിയുടെയൊക്കെ കാലത്തെ ആളുകൾ വളരെ കുറവായി ഫുട്ബോൾ കണ്ടിരുന്ന ആളുകൾ. അതെ, ഞാൻ ISL സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കാലഘട്ടം മുതലാണ് ഫുട്ബോൾ കാണാൻ തുടങ്ങിയത്. അത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാണാൻ തുടങ്ങിയത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഹരം പിടിച്ചു. സത്യം. കേരളത്തിലുള്ള ഈ മുഴുവൻ സ്ത്രീകളോടും, അതായത് വീട്ടമ്മമാരോടും, ഈ 80s ജനിച്ച അമ്മമാരുണ്ടല്ലോ, അവർക്ക് ഫുട്ബോളും ക്രിക്കറ്റും തമ്മിൽ പണ്ട് സുകുമാരി തന്നെ കളിയാക്കിയിട്ടുണ്ട്. ക്രിക്കറ്റും ഗോളും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പണ്ട് സിനിമയിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു തലമുറയിലുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും ഒരു കായിക വിടണം. കാരണം ഇന്ന് നടക്കുന്ന ലഹരി, മക്കളുടെ ആ ഒരു ലഹരി ഉപയോഗം ഒത്തിരി ഇതിൽ നിന്ന് മാറ്റാനായിട്ട് കളിയുടെ ലഹരിയിലേക്ക് കൊണ്ടുവരണം. കായികമായിരിക്കണം നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ തന്നെ ഒരു പോളിസി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ഇത് ലഹരിയിൽ നിന്നും വിട്ടുനിൽക്കൽ മാത്രമല്ല, ഈ ഫുട്ബോൾ ആയാലും എനി ഗെയിം ആയാലും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ചർച്ചയും ഈ മെസ്സിയുമായി വരുന്ന ചർച്ചകൾ ഫുട്ബോൾ അറിയാത്തവരിലേക്കും അറിയാത്ത കുടുംബങ്ങളിലേക്കും ഇത് എത്തുകയാണ്. ഇവിടെ ഉണ്ടാകുന്നത് ഡിസിഷൻ മേക്കിംഗ്, ഒരു കുട്ടിക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവ്. ഇപ്പോൾ വീട്ടിന് മുറ്റത്ത് പന്ത് കളിക്കുകയാണ്, 2 കുട്ടികൾ കളിക്കുമ്പോൾ അതിൻ്റെ തീരുമാനം ആ കുട്ടി എടുക്കേണ്ടത്. എന്ത് ഞാൻ അടുത്തത് ചെയ്യണം, മറ്റുള്ളവരല്ല സഹായിക്കുന്നത്. യൂണിറ്റി, ഒത്തൊരുമ. ഇനി അത് പോട്ടെ, നമ്മളെ പരിഹാസങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികൾ നേരിടുന്നത് എന്താണ്? അവർക്ക് ഈ തോൽവികൾ താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര വളർച്ച എത്തിക്കഴിഞ്ഞാലും ഇവിടെ നമ്മൾ കളിക്കളത്തിൽ തോറ്റു കഴിഞ്ഞാൽ, മുറ്റത്ത് തോറ്റു കഴിഞ്ഞാൽ മറ്റേ കുട്ടികൾ കളിയാക്കും ഈ കുട്ടീനെ. ആ കളിയാക്കൽ അവൻ അന്ന് ഒരു കളിയാക്കൽ മാത്രമാണ്, അടുത്ത ദിവസം വന്ന് ജയിക്കും, അമിതാവേശം ഉണ്ടാവില്ല. ഇതൊക്കെ ഈ ലൈഫിൽ കിട്ടുന്ന പാഠങ്ങളാണ്. അപ്പം ഷൈജു ദാമോദരൻ, മെസ്സി വരുന്നു, മെസ്സി വന്നിട്ട് താങ്കളോട് വന്നിട്ട് പറയാണ്, ആർ യു ദാറ്റ് ഷൈജു ദാമോദരൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പുള്ളി ഇംഗ്ലീഷ് പറയത്തില്ല, അത് വേറെ കാര്യം. എന്നാൽ പോലും
അല്ല അത് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവരെ രണ്ടുപേരുടെയും അടുത്ത് പോയിട്ട് ഇതൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണം മലയാളത്തിൽ. കാരണം ഇവർക്ക് മെസ്സിക്ക് മലയാളം അറിയില്ല. അങ്ങനെ കണ്ടാൽ എന്ത് പറയും? എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞ പോലെ ഒന്നുമല്ല. മെസ്സിയെ നേരിട്ട് ഇത്രയും ഡോക്ടർ അരുൺ നിൽക്കുന്ന ഇതിൽ കിട്ടിയാൽ ആരാണോ കൊണ്ടുവന്ന് നിർത്തുന്നത് 2 മിനിറ്റ് ഞാൻ അടയാളപ്പെടുത്തുക കാലമേ ഘടികാരങ്ങൾ നിലക്കുന്ന സമയം ലയൺ ഹസാറയുടെ എനിക്കിതേ പറയാനുള്ളൂ. കാരണം മെസ്സിക്ക് കൊടുക്കാനുള്ള എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സൗണ്ടും എൻ്റെ കമൻട്രിയാണ്. ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. എനിക്കത് ലൈവായിട്ട് അദ്ദേഹത്തെ പറഞ്ഞ് കേൾപ്പിക്കണം. അതേപോലെ CR7 കമൻട്രി ഉറപ്പായിട്ടും സെയിം തിങ്. റൊണാൾഡോ കമൻട്രി, വൈ ദിസ് മാൻ ഇസ് കോൾഡ് എ ജീനിയസ്. ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിൽ പോർച്ചുഗലിന്റെ പ്രിയപുത്രൻ അറിയപ്പെടുന്നത്? ഓവർ ദ മൂൺ 3-3 ഇൻ സോച്ചി എന്ന് പറഞ്ഞു പോയ സാധനം. ഇത് രണ്ടുപേരെയും ലൈവായത് ഇത്രയും കൈ അകലെ ദൂരത്തുനിന്ന് അവരുടെ ചെവിട്ടിലേക്ക് ഇതൊന്ന് ഞാൻ മരിക്കുന്നതിന് മുമ്പ് പറയാനൊന്ന് കഴിയണം. തീർച്ചയായിട്ടും മെസ്സി വരുമ്പോൾ തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺ ആയാലും ജയേഷ് ആയാലും ഇത് പറയാനുള്ളത് ഇതിനൊരു അവസരം അവസരം കിട്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നുള്ളി നോക്കും ഇത് സത്യം തന്നെയാണോ. രണ്ടാമത് പറയും കൂടെ ഷൈജു ധാവൻ ഉണ്ടാവാൻ പാടില്ല എന്ന്. കാരണം ഇയാൾ ഏത് ലെവലിലാണ് പറയുന്നത് അറിയില്ല, അത് എവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് അറിയില്ല. എന്നിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. താങ്ക് യു. അത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾക്ക് ശരിക്കും നുള്ളി നോക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ആ വാർത്ത AFAയുടെ വെബ്സൈറ്റിൽ വായിച്ചെടുത്തത്. നമ്മുടെ ഈ കേരളത്തിലേക്ക് അർജന്റീന ടീം മെസ്സിയോടൊപ്പം എത്തുന്നു എന്നുള്ളൊരു വാർത്ത, അത് നൽകിയ സന്തോഷവും ഊർജ്ജവും ചെറുതല്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടും പറയാം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്തോഷിച്ചോളിൻ. മെസ്സി വരുന്നു. ഇത്തവണ മെസ്സി ഓണം മാസ് ഓണമായിരിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ.